ഹാഷിറിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഹാഷിറിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി എന്നെ അഭിനയിക്കാനാണ് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ എഴുതുന്ന ഒരു സബ്ജക്റ്റ് 4 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന ആദ്യം ചിന്തിക്കും. മില്യൺ ലൈക്സോ അല്ലെങ്കിൽ മില്യൺ ഫോളോവേഴ്സോ ഉള്ളവരോ ക്യാമറയുടെ മുമ്പിലെത്തുമ്പോൾ പതറുന്നതായിട്ട് ഞാൻ കണ്ടു. ആ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ സിജു വീഴുന്ന ഷോട്ട് അത് അവസാനം കയ്യിൽ നിന്ന് പോയതാണ്. ചില ഷോട്ടിലൊക്കെ ബ്രേക്കിലിരിക്കുമ്പം നസീർക്ക് മാറിയിരിക്കുന്ന അത്രയും ദേഷ്യപ്പെട്ട് തന്നെയാണ്. ബേസിലായിട്ട് ലിറ്ററലി ആ ഒരു സീനിൽ എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചാണ്. ഹാഷിറായാലും ഈ പറഞ്ഞ പോലെ ഹ്യൂമർ കൈകാര്യം ചെയ്തിരിക്കുന്ന ആരാണെങ്കിലും, ഇപ്പോൾ ജോമോൻ ആണെങ്കിലും, ഇവർ രണ്ടുപേരും കയ്യിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ബേസിലേട്ടനെ അങ്ങനെ ആദ്യമായിട്ട് അവതരിപ്പിച്ചു എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോണർ ആയതുകൊണ്ട് തന്നെയാണ് എനിക്കതിനകത്ത് വേറൊന്നും ആലോചിക്കേണ്ടി വന്നത്. സംവിധായകൻ ആനന്ദ് മേനോനാണ് ഇന്ന് റിപ്പോർട്ടർ ടി വിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. താങ്ക്സ്. ആനന്ദിനെ കാണുന്ന സമയത്ത് എനിക്ക് ആദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം വാഴ കണ്ടു, വാഴയും കൂടി കണ്ട സമയത്ത് എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞത്, ആനന്ദിൻ്റെ സിനിമയിലെ ഏറ്റവും കോർ ലെയർ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ബോയ്സിൻ്റെ ഒരു ക്രൈസിസും പ്ലസ് നോസ്റ്റാൾജിയ. അത് ഗൗതമൻ്റെ രഥം നോക്കുകയാണെങ്കിലും വാഴയാണെങ്കിലും, വേണമെങ്കിൽ ഒരു ഗൗതമൻ്റെ രഥത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ മറ്റൊരു തരത്തിൽ ബേസിൻ്റെ ക്യാരക്ടറൊക്കെ എടുത്തിട്ടും കൂടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് കഥയാണ് വാഴ 2 വരെ വായനകൾ വേണമെങ്കിൽ നടത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. സിനിമയിലേക്ക് വന്നിട്ട് ഇപ്പം സംവിധാനം ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 5 വർഷത്തോളം ആവുന്നു. ഈ ഒരു മിഡിൽ ക്ലാസ് ക്രൈസിസിലൂടെയാണോ സിനിമയിലെ സംവിധായകനൊക്കെ ആയിട്ട് എത്തുന്നത്? തീർച്ചയായിട്ടും അതെ. കാരണം ഞാനൊരു മിഡിൽ ക്ലാസ് ബോയ് തന്നെയാണ്. ഇപ്പോഴും മിഡിൽ ക്ലാസ് തന്നെയാണ്. അതിനകത്ത് വേറൊരു വ്യത്യാസമില്ല. നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിളായാലും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബ്രേക്കായി നമുക്ക് പറയാനുള്ള കഥകളിലെല്ലാം ഇപ്പം ഞാനല്ല, ഇപ്പോൾ വിപിൻ ചേട്ടനായാൽ പോലും, വിപിൻ ചേട്ടനാണ് റൈറ്റർ, വിപിൻ ചേട്ടൻ എഴുതുമ്പോഴും വിപിൻ ചേട്ടനും ഒരു മിഡിൽ ക്ലാസ് ബോയ് തന്നെയാണ്. അങ്ങനെ വന്ന ഒരാളാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പം നമ്മളുടെ മലയാള സിനിമയിലേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ റിലേറ്റ് ആവണം. കാര്യങ്ങൾ റിലേറ്റ് ആവുമ്പോഴാണ് സിനിമ, അല്ലെങ്കിൽ എഴുത്ത് ജയിക്കുമ്പോഴാണ് സിനിമ ജയിക്കുന്നത്. അപ്പം മിഡിൽ ക്ലാസ് ബോയ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രണ്ടിലും ഈ ഒരു മിഡിൽ ക്ലാസ് എസൻസ് വന്നത്. ഇപ്പം ഗൗതമൻ്റെ രഥത്തിൻ്റെ അകത്ത് ഇപ്പം കഥാ സംവിധാനം തിരക്കഥ ഒക്കെ ആനന്ദ് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. വാഴയിലേക്ക് വരുന്ന സമയത്ത് അത് വിപിനേട്ടൻ്റെ തിരക്കഥയിൽ സംവിധാനം ചെയ്യുകയാണ്. എങ്ങനെയാണ് വാഴേൻ്റെ ഒരു തുടക്കമൊക്കെ എങ്ങനെയാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ടായി വരുന്നതും അത് സംവിധാനം ചെയ്യാമെന്നുള്ള തീരുമാനമൊക്കെ എങ്ങനെയാണ്? ഒരിക്കലും എന്താ പറയുക, ഞാനായിട്ടെടുത്തൊരു തീരുമാനമല്ല വാഴ സംവിധാനം ചെയ്യാന്നുള്ളത്. വാഴ ആക്ച്വലി 2018 മുതൽ ഞാൻ കേൾക്കുന്നൊരു സബ്ജക്റ്റാണ്. എന്ന് പറഞ്ഞാൽ എനിക്കത് എന്താണെന്നറിയില്ല, സബ്ജക്റ്റ് എന്താണെന്നറിയില്ല. ഇങ്ങനെ ഒരു സിനിമ വിപിൻ ചേട്ടൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും മുത്തുകവിന് ശേഷം വിപിൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യാനിരുന്ന സബ്ജക്റ്റുമാണ് വാഴ എന്ന് പറയുന്നത്. പിന്നീട് അന്താക്ഷരി സംഭവിച്ചു, ജയ ജയ ഹേ സംഭവിച്ചു, ഗുരുവായൂരമ്പലം തന്നെ സംഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിപിൻ ചേട്ടൻ വിളിച്ചിട്ട് ഒരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എടാ വാഴ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് ഓർമ്മയില്ലേ, അത് ഞാൻ ചെയ്യാനായിട്ട് പോവാണെന്ന്. ഞാൻ വിചാരിച്ചു ഇനി എന്നെ അഭിനയിക്കാനാണ് വിളിക്കുന്നത്, വിപിൻ ചേട്ടൻ്റെ അന്താക്ഷരിയിൽ എന്നെ അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ഉണ്ട്, ജോമോൻ, അമിതേട്ടൻ, അങ്ങനെ എല്ലാവരെയും വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴും എൻ്റെ തോട്ട് പ്രോസസ് അഭിനയിക്കാനാണെന്നുള്ളതാണ്. പിന്നീടാണ് പറയുന്നത് നീ ഡയറക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി എനിക്ക് എന്താണെന്ന് പറയുക, എൻ്റെ ഒരു ജോണറാണ്. ഇപ്പം ഇങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്മളുടെ പിയർ ഗ്രൂപ്പ്സ്, ഏജ് ഗ്രൂപ്പ്സിലുള്ള കോളേജ്, സ്കൂൾ, അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോണർ ആയതുകൊണ്ട് തന്നെയാണ് എനിക്കതിനകത്ത് വേറൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പുതുമുഖങ്ങൾ എന്ന് പറയുമെങ്കിൽ പോലും പ്രേക്ഷകർക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ജോമോനായാലും സിജു ആയാലും ഹാഷിറ ടീമായാലും ഇവരൊക്കെ. അപ്പം ഈ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അങ്ങനെ അത് ബോധപൂർവം അങ്ങനെ ഒരു തീരുമാനം എടുത്തായിരുന്നു, അതല്ലെങ്കിൽ ചർച്ചയുടെ ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ ചൂസ് ചെയ്ത് എടുക്കുന്ന? ബോധപൂർവം എടുത്തൊരു തീരുമാനം അങ്ങനെയല്ല. ഇവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് ഇതിനകത്ത് അഭിനയിപ്പിക്കാം എന്നുള്ള അങ്ങനെ നമ്മൾ ബോധപൂർവം എടുത്തിട്ടില്ല. ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജോമോൻ, അമിത് മോഹൻ രാജേശ്വരി, അമിതേട്ടൻ, അനുരാജ്, പിന്നെ ഇത്രയും പേര് ഞാനും വിപിൻ ചേട്ടനും ഒക്കെ ആയിട്ട് ഇതിനു മുമ്പ് കുറേ നാളായിട്ട് പരിചയത്തിലുള്ളവരാണ്. ഞങ്ങൾ 3-4 പേരും കൂടെ ഒരു വെബ് സീരീസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അനുരാജ് എഴുതിയ ആളാണ്, ആ വെബ് സീരീസ് എഴുതിയ ആൾ. കല്യാണ കച്ചേരി എന്നാണ് വെബ് സീരീസിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ സർക്കിളിലുള്ള ആൾക്കാരാണ്. വിപിൻ ചേട്ടനും അറിയാം, ഞങ്ങളൊക്കെ കൂടെ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഗൗതമനിൽ ജോമോനുണ്ടായിരുന്നു. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞൊരു ഫാക്ടറുണ്ട്. ഇപ്പം ഹാഷിർ ആയാലും സാഫ് ആയാലും, സാഫിൻ്റെ അനിയൻ അനു ആയാലും, സിജു,
അങ്ങനെ എല്ലാവരും ഈ ഒരു ഇത്രയും പേരെ ഞാൻ പരിചയപ്പെടുന്നത് ഈ ഒരു സിനിമയോട് കൂടിയാണ്. പക്ഷേ ഇവർക്ക് എല്ലാവരുടെയും ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഫീലുണ്ട്. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാവരും ചെയ്യുമ്പോൾ ആൾക്കാരിലേക്ക് കൂടുതലും ഇവർ അടുത്ത് നിൽക്കുകയാണ്. നമ്മുടെ അമ്മമാരാണെങ്കിലും ഇപ്പം ഞാൻ സാഫൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ സാഫിനെയൊക്കെ അമ്മമാർ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ എല്ലാം കൊണ്ടും ടാലൻറ്റഡ് ആണ്, അതേപോലെ ഇവർക്കൊരു സ്വീകാര്യതയും കൂടി ഉണ്ട്. എല്ലാം കൂടെയാണ് നമ്മൾ ആ കാസ്റ്റിങ്ങിലേക്ക് എത്തിയത്. ഇപ്പം സാഫ്, ഹാഷർ ഈ ടീമൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഷൂട്ടിംഗ് മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു 1.5 മിനിറ്റിലേക്കുള്ള സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ 3 മിനിറ്റിലേക്കുള്ള സ്ക്രിപ്റ്റോ അവർ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. അത് ഒരു പക്ഷേ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല, അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ഷൂട്ടിങ്, അവരതിനെ ആക്ട് ചെയ്യുന്നത്, ചിലപ്പം എക്സ്പ്രഷൻ ഇടുന്നത്, ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട്. പക്ഷേ സിനിമയിലേക്ക് വരുന്ന നേരം ഇതിൻ്റെ അകത്തുനിന്ന് വ്യത്യസ്തമായിരിക്കുമല്ലോ. അതിനൊരു ക്യാമറ, അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, പ്ലസ് ഇതിൻ്റെ ഒരു എവിടെ ലൈന്, ക്യാമറയുടെ ഫോക്കസ് പോയിന്റ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇത്തരത്തിൽ ഈ ഒരു സിനിമയുടെ ഒരു ലാംഗ്വേജിലേക്ക് ഇവരെ മാറ്റുന്നതിന് എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർ? അത് പ്രയാസം എന്നുള്ളതല്ല, നമ്മൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. എസ്പെഷ്യലി ഹാഷിറിൻ്റെ ആദ്യത്തെ സിനിമയാണിത്. ഹാഷിറിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഹാഷിർ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഹാഷിറിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഹാഷിറിനെ ഫസ്റ്റ് വിപിൻ ചേട്ടൻ വിളിച്ച് സംസാരിച്ചു, അതിനുശേഷം ഞാൻ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ അവൻ വരുമ്പോഴായാലും അവൻ എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. അവന് തന്നെ ഒരു ബോധ്യമുണ്ട്, ഞാൻ റീൽ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻസ് കുറച്ച് ഹൈ ആയിരിക്കും, അത് സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെ പിടിക്കണം എന്നുള്ളത് അവന് തന്നെ ഒരു ബോധ്യമുള്ളത് കാരണം എനിക്കധികം അവിടെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ സ്ക്രിപ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഹാഷറായാലും ഈ പറഞ്ഞ പോലെ ഹ്യൂമർ കൈകാര്യം ചെയ്തിരിക്കുന്ന ആരാണെങ്കിലും, ഇപ്പോൾ ജോമോനാണെങ്കിലും, ഇവർ രണ്ടുപേരും കയ്യിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. സിജു, അനുരാജ്. സാഫിനെ സംബന്ധിച്ചിടത്തോളം സാഫിൻ്റെ ക്യാരക്ടർ കുറച്ച് സീരിയസ് ആണ്. സാഫിന് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു പെർട്ടിക്കുലർ പാറ്റേണിലൊരു ക്യാരക്ടർ ആയത് കാരണം. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ സാഫിനെ നോക്കുകയാണെങ്കിൽ സാഫ് 18+ ചെയ്ത് ഗുരുവായൂരമ്പലം ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ സാഫ് തന്നെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാത്തിൽ നിന്നും വ്യത്യാസപ്പെട്ട് ഗ്രോ ചെയ്യണം എന്നുള്ളൊരു പ്രോസസ്സിലേക്കാണ് സാഫ് തിങ്ക് ചെയ്യുന്നത്. ഓൾറെഡി അവരുടെ മൈൻഡിൽ അത് സെറ്റാണ്, ഇങ്ങനെയാണ് ഇത് ഓരോന്നിലും ഓരോരോ വ്യത്യാസപ്പെടുത്തി കൊണ്ടുവരണം, കഴിഞ്ഞ ഇതിലുണ്ടായത് വരരുത് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സിനെ ഇവരെല്ലാവരെയും പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ അച്ഛന്മാരുടെ ക്യാരക്ടർ. ഇപ്പം കോട്ടയം നസീർ, അസീസ്, നോബി, ഇവരൊക്കെ. ഇപ്പം ഇതിൽ നോബി, അസീസ് ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊമേഡിയൻ എന്ന് പറയുന്ന അല്ല മിമിക്രി, ഇവരെല്ലാവരും ആ ഒരു റോളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് പുറത്തുനിന്നുള്ള രണ്ടുപേരും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് തന്നെയാണ്. അരുൺ സോൾ എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിനൊക്കെ ഫെമിലിയറാണ്. പക്ഷേ ഇവരിത്തരത്തിലൊരു സീരിയസ് കഥാപാത്രത്തിലേക്ക് പൊതുവെ നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഇവർ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ആയിരിക്കുമല്ലോ, കോമഡി റോള്, ഇവർ ആ ഒരു കോമഡി റോൾ. പക്ഷേ ഇങ്ങനെ ഒരു സീരിയസ് കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് ചിന്തിച്ചത്? അത് ഇവരെ തന്നെ പിക്ക് ചെയ്തത് എങ്ങനെയാണ്? ബേസിക്കലി അത് ഇപ്പം നസീർ ഇത് തന്നെയാണ് അതിൻ്റെ ഇപ്പം ഈ ചോദ്യത്തിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഇവരിതുവരെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ അതിനകത്തേക്ക് വരുമ്പോൾ അവർ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതിപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവരും കണ്ടും അവർ ആ ഒരു ടാലൻറ്റ് കൊണ്ട് തന്നെയാണ് ഇത്രയും എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യാത്തതിലേക്ക് നമ്മൾ പിടിച്ചിട്ട് അവർ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ആളുകൾക്ക് ഇതുവരെ കാണാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ബേസിക്കലി ഇപ്പം ഞാനും അനുരാജും ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അനുരാജിൻ്റെ അടുത്ത് ഞാൻ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം, നീ കല്യാണ കച്ചേരിയിൽ ചെയ്ത ഒരു എക്സ്പ്രഷനോ ഒരു റിയാക്ഷനോ ഇതിനകത്ത് വേണ്ട എന്നുള്ളതാണ്. കാരണം എങ്കിലേ അവർ ഇതിനകത്ത് വരുമ്പോൾ വ്യത്യാസം തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാനും അനുരാജുമായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ്, അതിനേക്കാളും ഒരുപാട് ഫ്രഷ്നെസ് ഇവർ വന്നപ്പോൾ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇവർ ഇത്രയും നാളും ഹ്യൂമർ ട്രാക്കിൽ നിന്നിട്ട് അത് കഴിഞ്ഞിട്ടൊരു സീരിയസ് ട്രാക്കിലേക്ക് ഇവർ മാറുമ്പോൾ ഇവർക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർക്ക് തന്നെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജും കൂടിയാണ്. അവരതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡബിൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സീൻ വർക്ക് ചെയ്യുമ്പോൾ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ അങ്ങനെയുള്ളവർ വരുമ്പോഴാണ് സിനിമയുടെ ഒരു ഫ്രഷ്നെസ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കാസ്റ്റിലേക്ക് നമ്മൾ പോയത്. ഇതിൽ പിന്നെ കഥയിൽ ചോദ്യമില്ല എന്നൊക്കെയാണ്, പക്ഷെ എന്നാൽ പോലും പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു സംശയമുണ്ട്. അപ്പം ഇവരുടെ എല്ലാവരെയും ക്യാരക്ടർ ഓക്കെ, സാഫ് ബോയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക്കായ, അച്ഛനടക്കം ഫ്യൂച്ചറിൽ ചിന്തിക്കുന്ന, അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് സാഫും അതേ കോളേജിൽ തന്നെ എത്തി
എന്നുള്ള ചോദ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ എൻട്രൻസ് ഒക്കെ എഴുതി പോകാൻ സാധ്യത ഉണ്ടാവുക വല്ല NIT IIT ആ ഒരു മോഡലാണ്. പക്ഷേ ഇവർ പഠിക്കുന്ന റെക്കമെൻഡേഷനിലൊക്കെ സീറ്റ് കിട്ടുന്ന എൻട്രൻസിൽ ഫെയിലായിട്ടോ ലോ റാങ്കിലുള്ള ആളുകൾക്ക് അഡ്മിഷൻ കിട്ടുന്ന അതേ കോളേജിൽ ഏകദേശം അതേ ക്ലാസ്സിൽ തന്നെ സാഫ് പോയി വരുന്നു എന്നുള്ളൊരു സിനിമയുടെ മെത്തേഡാണ്. പക്ഷേ അങ്ങനെ ചിന്ത എനിക്ക് വന്നു. അത് ചിന്തിച്ചിരുന്നു എപ്പോഴെങ്കിലും? അല്ല, അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റഡ് ആകാത്തത് കൊണ്ടായിരിക്കാം. ഇവര് ക്യാഷ് കൊടുത്തിട്ടാണ് അവിടെ അൾട്രാ ഫണ്ടിങ് നടത്തിയിട്ടാണ് ഇവർ 4 പേരും ആ ഒരു കോളേജിലേക്ക് എത്തുന്നത്. സാഫിന്റെ ക്യാരക്ടർ ദ ബെസ്റ്റ് കോളേജിൽ എത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ബെസ്റ്റ് കോളേജിൽ തന്നെയാണ് സാഫ് എത്തിയിരിക്കുന്നത്. പിന്നെ സാഫിന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്നത്, ഫ്ലട്ടർ ജാവ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്. നമ്മൾ തന്നെ അത് എഴുതിയെടുക്കുമ്പോൾ ഇതൊക്കെ റിലേറ്റബിൾ ആവുമോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അപ്പം ഇതാണ് ശരിക്കും കഥാപരമായിട്ട് അതാണ് അതിൻ്റെ ഉത്തരം. അതായത് ഇപ്പോൾ ജോമോൻ്റെ ക്യാരക്ടർ ആയാലും ബാക്കി വാഴകളായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും ഇതനുസരിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്യാണ് ഇതിനേക്കാളും നല്ലൊരു സ്ഥലത്തേക്ക് എന്നുള്ള രീതിക്ക് അങ്ങനെയാണ് പറയുന്നത്. അപ്പം സാഫ് കറക്റ്റ് പോയിന്റിലാണ് പോകുന്നത്. ഇവരെ ഫണ്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ മാനേജ്മെന്റ് കോട്ടയിലാണ് അവിടെ കയറ്റിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കഥാപരമായിട്ട്. നമുക്ക് വാഴയിൽ നിന്ന് ഗൗതമൻ്റെ രഥത്തിലേക്ക് വരികയാണെങ്കിലും ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ സംഭവത്തിൻ്റെ അകത്ത് ഒരു കോമഡി ലെയറിലൊക്കെ കണ്ടിരുന്ന ഒരാൾക്ക് കോമഡി മാത്രമല്ല വഴങ്ങുന്നത് എന്ന് ഒരു പക്ഷേ സിനിമയിലൂടെ ആദ്യമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ആനന്ദാണ്. അതിലെ ഞാനടക്കം ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു സീനാണ്. ആ ഡയലോഗ് റീലുകളിലായിട്ടും മറ്റുമൊക്കെ കാണാറുള്ളതാണ്. എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒരിക്കലും നാടും കൂട്ടുകാരെ ഒന്നും വിട്ടിട്ട് ഇതിലേക്ക് പോവില്ലല്ലോ എന്നുള്ള വേണമെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഡയലോഗിൻ്റെ അകത്തു നിന്നാണ് വേണമെങ്കിൽ വാഴയിലേക്ക് കണക്ട് ചെയ്തിട്ടും നമുക്ക് പോകാം. അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് ബേസിലിനെ ചൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു? ബേസിലേട്ടൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് നീരജേട്ടനായിരുന്നു ഗൗതമൻ്റെ സമയത്ത്. ആ സമയത്ത് ബേസിലേട്ടൻ അഭിനയിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ ഞാൻ ഇത് കണ്ടിട്ടില്ല, കെട്ടിയോളാണൻ്റെ മാലാഖ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ബേസിലേട്ടനെ കണ്ട് കഥ പറയുന്ന ജാക്ക് ആൻഡ് ജില്ലിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ്. പക്ഷെ ബേസിലേട്ടൻ ചെയ്യുന്നതെല്ലാം എനിക്കിഷ്ടമായിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ ഹ്യൂമർ ട്രാക്കിൽ മാത്രമേ ബേസിലേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ് ബേസിലേട്ടനെ അതിനകത്തേക്ക് നമുക്ക് വേണം എന്ന് പറയാനായിട്ടുള്ള കാരണം ബേസിലേട്ടൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ആ ഒരു ഇമോഷണൽ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആൾക്കാരിലേക്ക് അത് ഏറ്റവും കൂടുതൽ എത്തും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ടായിരുന്നു. പിന്നെ ബേസിലേട്ടൻ ലിറ്ററലി ആ ഒരു സീനിൽ എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ആളാണ്. കാരണം നമുക്ക് വളരെ ടൈം കൺസ്ട്രെയിൻസിൻ്റെ ഇടയിലാണ് ആ സീൻ എടുക്കുന്നത്, എയർപോർട്ടിൽ വെച്ചിട്ട് ലാസ്റ്റ് പോകുന്ന സീൻ. ഒറ്റ ടേക്കിൽ പരിപാടി ഒക്കെ ആയി. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സീൻ ആ ഒറ്റ ഷോട്ടേ ഉള്ളൂ. ആ ഒറ്റ ഷോട്ടിൽ തന്നെ നമ്മൾ ഹാപ്പി ആയി. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ബേസിലേട്ടനെ അങ്ങനെ ആദ്യമായിട്ട് അവതരിപ്പിച്ചു എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എങ്ങനെയായിരുന്നു ആ ഈ സീനിന് ശേഷം നിങ്ങളുടെ ഒക്കെ എടുത്ത് പിന്നെ സ്ക്രീനിൽ ഈ സാധനം കാണുമല്ലോ, ഈവൻ ഇതിൻ്റെ എഫക്റ്റും മ്യൂസിക്കും എല്ലാം കൂടി കണ്ടു കഴിഞ്ഞിട്ട് ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ മൊത്തം ക്രൂവിൻ്റെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ആ ഒരു പർട്ടിക്കുലർ സീന്? ഗൗതമിൻ്റെ രഥത്തിൽ. കാരണം അത് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത്, എനിക്ക് ആ സീൻ ഭയങ്കര ഇഷ്ടമാണ്, കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും മാറി പല സ്ഥലങ്ങളിലേക്ക് ആയിരിക്കും. നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പം പലരും പല സ്ഥലങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വളർന്നു വന്നിരുന്ന ചുറ്റുണ്ടായിരുന്നവരൊന്നും ഇപ്പം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ സീൻ ഭയങ്കര ഫെമിലിയറാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സീൻ കണ്ടതിന് ശേഷമുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ബേസിക്കലി ഞാൻ അതിൻ്റെ ലൈവായിട്ട് അനുഭവിച്ച ആളാണ്. ഇപ്പം ബേസിലാണ് അഭിനയിക്കുന്നത് ഞാൻ ലൈവായിട്ട് അനുഭവിച്ച ആളാണ്. എൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡബ് കഴിഞ്ഞും മ്യൂസിക് കഴിഞ്ഞും ഒക്കെ എന്ന് പറയാനായിട്ട് ഞാൻ അതിനകത്ത് ഓക്കെ ആയി, ഞാനതിനകത്ത് തറവായി. അപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടില്ല. എൻ്റെ അടുത്ത് അത് ആദ്യം സംസാരിച്ചത് ഈ പറഞ്ഞ പോലെ എഡിറ്റർ അപ്പുവേട്ടനാണ്. പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുണ്ട് ഗൗതമൻ്റെ, ബിനീഷേടനൊക്കെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. ആ സീൻ വളരെ നന്നായിട്ടുണ്ട്, ബേസിലേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ആൾക്കാർക്ക് കൊള്ളും എന്നുള്ളത് ആദ്യം പറഞ്ഞത് ഇവരൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇപ്പം അശ്വിൻ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ ലൈഫിലുണ്ടായ അതേ സിറ്റുവേഷൻസ് തന്നെയാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആരും ഒന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ എല്ലാവരും ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ മിനിയാന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയി തിരിച്ചു വരുമ്പോഴായാലും ഞങ്ങളാകെ കൂടി ഒരു 2 വണ്ടി ആൾക്കാരെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും അബ്രോഡാണ്, കാനഡ. അതിൻ്റെ വേറൊരു വേർഷൻ ഇപ്പോൾ വാഴയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോ. അപ്പോൾ ഇതൊരു വലിയ റിയാലിറ്റിയാണ്, അത് മാറുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം വാഴയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം സെക്കൻഡ് പാർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാഷിറെ ടീമിൻ്റെ കഥ പറയുന്ന ഒരു സെക്കൻഡ് പാർട്ട്. പക്ഷേ അത് സംവിധാനം ആനന്ദല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം എടുത്താണോ അതല്ലെങ്കിൽ മറ്റു തിരക്കുകളിലേക്കൊക്കെ? അല്ല, ഓൾറെഡി വേറെ പ്രൊജക്ട്സുകൾ വാഴയ്ക്ക് മുമ്പ് സംസാരിച്ച് വെച്ചിരുന്ന പ്രൊജക്ട്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് അതിനേക്കാളും ഉപരി നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ
നല്ല രീതിയിൽ സിനിമയിലേക്ക് വരണം, അതായത് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് സവിൻ ചേട്ടൻ. സവിൻ ചേട്ടൻ്റെ അടുത്ത് വാഴ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാഴ 2 പ്ലാൻ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ സവിൻ ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളിനി പടം ചെയ്യുന്നില്ലേ, അപ്പം ആ പടം ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്നെ എങ്ങനെ വിളിക്കും എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരുന്നു സവിൻ ചേട്ടൻ ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളത്. അതേപോലെ നമ്മൾക്ക് പേഴ്സണലി നമ്മളുടെ അസോസിയേറ്റ് ആയിട്ടുള്ളവരും ചീഫായിട്ടുള്ളവരും പേഴ്സണലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ വിപിൻ ചേട്ടൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വാഴ 2 എന്ന് പറഞ്ഞ പ്രോസസ്സും ഇനിയും സീക്വലുകൾ വരും എന്ന് പറയുന്നതും അങ്ങനെ നിൽക്കുന്നവർക്കും കൂടെയുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ തീരുമാനത്തിൽ എനിക്കും അതിനകത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫെമിലിയർ ആയിട്ടുള്ള ഡയലോഗാണ് രാമനാഥൻ ഇതും വശമുണ്ടോ എന്നുള്ളത്. അതുപോലെ എഡിറ്ററാണ്, സംവിധായകനായി തിരക്കഥ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ അഭിനയ രംഗത്തുമുണ്ട്. സംവിധാനം ചെയ്ത ഗൗതമിൻ്റെ രഥത്തിൽ ചെറിയ റോള് ചെയ്തിട്ടുണ്ട്, പിന്നീട് അന്താക്ഷരിയിൽ ചെയ്തിട്ടുണ്ട്, ഫാലിമിയിൽ ഇവരുടെ ഡ്രൈവറായിട്ട് ചെറിയ റോളുകളാണെങ്കിൽ പോലും നമുക്ക് ഓക്കെ, ഫേസ് ഓക്കെ മനസ്സിലാവുന്ന രീതിയിലാണ്. സോ ഈ അഭിനയം കൂടി കൊണ്ടുപോകാൻ ഈ പാരലായിട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം തന്നെയാണോ? ആ തീരുമാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചത് വിപിൻ ചേട്ടനും നിതീഷ് ചേട്ടനുമാണ്. എന്നെ ആദ്യം അഭിനയിപ്പിക്കുന്നത് നിതീഷ് ചേട്ടനാണ്. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിലാണ് അഭിനയിപ്പിക്കുന്നത്, അതിനുശേഷം വിപിൻ ചേട്ടനാണ്. അപ്പോൾ അത് നീ അഭിനയിക്കണം എന്ന് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് 2 പേരാണ്. ഒന്ന് ഫാലിമിയുടെ ഡയറക്ടർ നിതീഷ് ചേട്ടനും, പിന്നെ ഇപ്പോൾ ഫാലിമിയിൽ അഭിനയിച്ചിരിക്കുന്ന സന്ദീപ് എന്ന് പറയും, അവനുമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അഭിനയിക്കണം എന്നുള്ളത്. അപ്പം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ, പക്ഷെ ഞാൻ ഇവരുടെ അടുത്ത് മാത്രമേ അങ്ങനെ ഇവർ വിളിക്കുമ്പോൾ മാത്രമേ ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൂ. ബാക്കി ഭാവിയിൽ അറിയാം എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. ഓക്കെ. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം സിനിമയിൽ വാഴയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു പക്ഷേ കുറച്ചൊരു 5-10 വർഷം മുമ്പേ ആയിരുന്നെങ്കിൽ ഇതേ ടീം സിനിമയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരുമായിരുന്നു. ഓഡീഷൻ, ഇങ്ങനെ പല പല കടമ്പകൾ കടന്നു വരേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പം ഇവരെ നമ്മുടെ ഓൺ സാധനം ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് തന്നെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തിട്ട് വരാൻ പറ്റുന്നുണ്ട്. അത് എത്രത്തോളം ഒരു മേക്കർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം സഹായകരമാകുന്നുണ്ട്? ഇപ്പം ആളുകളെ പിച്ച് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പം സാധാരണ റീല് കാണുന്ന സമയത്ത് ഇയാൾ സിനിമയിൽ അഭിനയിച്ചാൽ നന്നാവും, അല്ലെങ്കിൽ ഈ എഡിറ്റർ സിനിമ ചെയ്താൽ കൊള്ളാം. ചില റീൽസ് കാണുന്ന സമയത്ത് ബ്രില്യൻ്റ് ആയിട്ട് എഡിറ്റ്. അപ്പം നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പം നിങ്ങളൊരു മേക്കർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത്തരം സാധനങ്ങൾ കാണുന്നുള്ള ചിന്ത എങ്ങനെയാണ് ഉണ്ടാവുക? ഞാൻ ബേസിക്കലി ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആക്ടേഴ്സിലാണ്. അഭിനയത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാറ്. അഭിനയം ഒരു 90% നന്നായി കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഷൻസ് നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരും സ്വയം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഇംപ്രവൈസ് ചെയ്ത് അത് ഡബ് ചെയ്ത് ലൈവ് സൗണ്ടിൽ ഡബ് ചെയ്ത് ഇറക്കുന്നവരാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അഭിനയിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു ബേസിക് ആയിട്ട് എക്സ്പ്രഷൻസ് വരുന്ന അല്ലെങ്കിൽ ഇത് ഫലിപ്പിക്കാൻ പറ്റുന്നവർക്ക് അത് ഓക്കെയാണ്. ഡബ് ചെയ്യാൻ ഈ അഭിനയിച്ച സാധനം 100% ആക്കുന്നത് ഡബിലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ ഓഡീഷൻ കോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ പോലും ഓൺ വോയിസിൽ ഒരു സീൻ പെർഫോം ചെയ്ത് അയക്കാനാണ് നമ്മൾ പറയാറ്. ഇതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയാനായിട്ട് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇപ്പം മില്യൺ ലൈക്സോ അല്ലെങ്കിൽ മില്യൺ ഫോളോവേഴ്സോ ഉള്ളവരോ ക്യാമറയുടെ മുമ്പിലെത്തുമ്പോൾ ഇത്രയും ചുറ്റുപാടും ഉള്ളപ്പോൾ ആൾക്കാർ കൂടുമ്പോൾ അവർ പതറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് അവർ തന്നെ അത് സമ്മതിക്കുന്ന കാര്യമാണ്. അവരുടെ കംഫർട്ട് സ്പേസിലും അവരൊറ്റയ്ക്കാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇത് ഒരു മേക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും നമ്മൾ കാണുമ്പോൾ അവരുടെ കണ്ടന്റ് ഭയങ്കര രസമായിരിക്കാം, അതിനുവേണ്ടി അവരെ പിക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കാം. പക്ഷേ ഓഡീഷന് വന്നിട്ട് അത് വർക്കാകാതെ പോകുന്നവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. ഓക്കെ. ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ആനന്ദിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഇപ്പം ചില സംവിധായകർ ഒരു ടെക്സ്റ്റ് ബേസ് ചെയ്ത് മാത്രം സിനിമ എടുക്കുന്നവരുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്ത് അതെങ്ങനെയാണോ അതിൻ്റെ അകത്തുള്ളത് അതേ രീതിയിൽ ഇതാകുന്നുണ്ട്. മറ്റു ചിലർ സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ ഒരു പക്ഷേ സീൻ ഓർഡർ അന്ന് രാവിലെ എഴുതി ചെയ്ത ആൾക്കാരുണ്ട്. വേറെ ചിലർ ഓൺ ദ സ്പോട്ടിലായിരിക്കും അവർക്ക് ചില ഐഡിയകളും സാധനങ്ങളും കിട്ടുന്നത്. അപ്പം സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുതിയൊരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ആനന്ദിൻ്റെ ഒരു രീതി എങ്ങനെയാണ് സിനിമേൻ്റെ? ഇത് മൂന്നും ഞാനിപ്പോൾ 2 സിനിമയിൽ കൂടി ഞാൻ ചെയ്ത് കഴിഞ്ഞു. കാരണം ഗൗതമനിൽ ഇത് ഞാൻ തന്നെ എഴുതി പെർഫെക്റ്റ് അത് അങ്ങനെ തന്നെ പോയി. അതിനകത്ത് ഈ പറഞ്ഞ പോലെ വ്യത്യാസങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് നമ്മൾ രാത്രി 3 മണിക്കൊക്കെ ഇരുന്ന് ഞാൻ തന്നെ സീൻ എഴുതിയിട്ടുണ്ട്, സോങ് സീക്വൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്. വാഴയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അശ്വിൻ പറഞ്ഞ പോലെ രാവിലെ 10:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് സീൻ വന്നിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വാഴ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വിപിൻ ചേട്ടൻ എഴുതുന്ന ഒരു പ്രൊജക്റ്റ്, വിപിൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു സ്ക്രിപ്റ്റ് അതൊക്കെ വരും എന്നുള്ള രീതിക്ക്. ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഷൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറ്റേണ്ട രീതികളുണ്ടല്ലോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് അത് മാറ്റേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അത് ചില സീൻസൊക്കെ വിപിൻ ചേട്ടൻ രാവിലെ തലേ ദിവസമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് രാവിലെ സെറ്റിൽ വന്നിട്ടാണ് നമ്മളത് വർക്ക് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ ബേസിക്കലി വേറൊരു കാര്യം ഈ വാഴയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സീൻസ് ഒരു ബേസിക് സിറ്റുവേഷൻസ് ആയിരിക്കാം, ബേസിക് ഡയലോഗ്സ് ആയിരിക്കാം. ഇതെല്ലാം ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെത്രത്തോളം പോകുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സീനും പിടിച്ചു വെച്ചിരുന്നത്. അത്രയും പോകണ്ട, ഇവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താം എന്നുള്ള രീതിക്ക് ആദ്യം ഒരു റിഹേഴ്സൽ പോർഷൻ വെച്ചിട്ട് ഇവരെ വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സിനിമാ രീതി ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിട്ടൺ ഫോമാറ്റിൽ തന്നെ പോകുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അതിൽ നിന്ന് ബ്രേക്കായി ഞാനിപ്പോൾ ഇതിനകത്തേക്കും ഞാൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു സിനിമ എന്ന് പറയുമ്പം എനിക്ക് റിട്ടൺ വേണം, പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ ചിലപ്പോൾ മാറിപ്പോകും. അതാണ്. ഇപ്പം ഇതിൽ സിജു, ജോമോൻ ഇവരൊക്കെ തന്നെ തൊട്ട് മുമ്പ് ഗുരുവായൂർ അമ്പലനടയിൽ ചെയ്തിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇവർ തന്നെ ചില ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഷെഡ്യൂൾ ബ്രേക്കുകളിലാണ് ഈ രണ്ട് സിനിമയും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള സാധനം. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പം ഇവർ വിദ്യാർത്ഥികളായിട്ട് അഭിനയിക്കണം, ഇപ്പുറത്തൊരു യുവാക്കളായിട്ട് ഒരു 26-27 വയസ്സുള്ള യുവാക്കളായിട്ട് അഭിനയിക്കണം, വീണ്ടും ഇവരെ തിരിച്ച് ഇങ്ങോട്ടേക്കൊക്കെ. സോ ആ ഒരു ഇവരുടെ ട്രാൻസിഷൻ, ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ടെൻഷൻ മേക്കർ എന്നുള്ള രീതിയിൽ ടെൻഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇവരുടെ റിവേഴ്സ് ഓർഡറിൽ ഷൂട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അതായത് താടി വെച്ച പോർഷൻസ് എല്ലാം ആദ്യം ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് കോളേജ് പോർഷൻ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ സ്കൂളിലേക്ക് വരാന്നുള്ളത്. പക്ഷേ ഇതങ്ങനെയായിരുന്നില്ല. ഫസ്റ്റ് നമ്മൾ കോളേജ് പോർഷൻ മൊത്തം ഷൂട്ട് ചെയ്തു, പിന്നീട് ഗുരുവായൂരിലേക്ക് ഇവർ പോയപ്പോഴത്തേക്കും ഇവർ താടി വെച്ച പോർഷനിലേക്കായി. അപ്പോൾ ഇവർ മെലിയുക, അതിനകത്തേക്ക് പിന്നെയും തിരിച്ചെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. താടി അതുകൊണ്ട് പിന്നെ താടിയൊക്കെ ഒരു പരിധിവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ടെൻഷനായിരുന്നു. പക്ഷെ അവർ കുറേ ഹാർഡ് വർക്ക് ചെയ്തു, എല്ലാവരും നല്ല രീതിയിൽ ഡയറ്റ് എടുത്തു, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് മെലിഞ്ഞ് തന്നെയാണ് തിരിച്ചിവിടെ എത്തിയതും. പിന്നെ ഗെയിൻ ചെയ്യുന്ന അവരെ സംബന്ധിച്ച് എളുപ്പമാണ് കാര്യം. പക്ഷെ മെലിയുക എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് അവരെത്തുന്നത് ഭയങ്കര ടഫായിരുന്നു. അതിലൊരുപാട് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സീൻ ഉണ്ടല്ലോ, അതായത് വാഴത്തോട്ടത്തിലൂടെ സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഇവർ എല്ലാ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതും ഇപ്പം ഹിറ്റായിട്ടുള്ള റെട്രോ സോങ് എന്നൊക്കെ പറയുമ്പോൾ നാടുവാഴികളുടെ സോങ് ഇട്ടിട്ടാണ് ഈ വരുന്നത്. സോ ഈ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും പ്രത്യേക ട്രെയിനിങ്, ഇപ്പോൾ സൈക്കിൾ അത്രയും ഫാസ്റ്റായിട്ട് ചവിട്ടണം, ചുമ്മാ പഴയ ഓർമ്മ വെച്ചിട്ട് ചെയ്താണോ, അല്ലെങ്കിൽ ഇവർ സ്പെഷ്യൽ ട്രെയിനിങ് എന്തെങ്കിലും? ഒരു ട്രെയിനിങ്ങും ഇല്ല. അത് ബേസിക് സൈക്കിൾ അവിടെ കൊണ്ടുവരിക, ഇവർ ചവിട്ടുക എന്നുള്ളത്. ഇവർ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ട് ഇവർ സഫർ ചെയ്തത് അവിടെയാണ്. കാരണം ഒരു 42 ഡിഗ്രി ചൂടിൽ ഒരു വാഴത്തോട്ടത്തിൽ ചുറ്റുപാടും നിന്ന് അവിടെ നിൽക്കാൻ ഒരു തണൽ പോലും ഇല്ല. അതിൽ കൂടെ നമ്മൾ FPV ഷോട്ട് എടുക്കാനായിട്ട് ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചവിട്ടിയിട്ടുണ്ട്. പിന്നെ ആ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ സിജു വീഴുന്ന ഷോട്ട് അത് അവസാനം കയ്യിൽ നിന്ന് പോയതാണ്. സിജു റിയലി വീണതാണ്. നമ്മളെല്ലാം വിചാരിച്ചൊന്തോ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ ദൈവാധീനം കൊണ്ടൊന്നും പറ്റിയില്ല. അപ്പം ഫിസിക്കലി അവർ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. മെലിയാനും വണ്ണം വയ്ക്കാനും ഈ സൈക്കിൾ സീൻസിനും എല്ലാത്തിനും വേണ്ടി അവർ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ രണ്ട് പിള്ളേർ അവർ ഓൾറെഡി സൈക്കിൾ സ്റ്റണ്ട് അവർ ചെയ്യുന്ന പിള്ളേരാണ്. കിഡി സ്കൂപ്പ് എന്ന് പറയും. അവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. അവർ ഓൾറെഡി അത് ചെയ്യുന്ന, ഇവന്മാരെ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് പേടിയാണ്. ഇവർ നോർമലി ചവിട്ടിക്കൊണ്ട് പോകുന്നത് വീലൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. നിപ്പിൽ വീലൊക്കെ ചെയ്തിട്ട് പോകും. അപ്പം അങ്ങനെ നോക്കുമ്പം അവരതിനകത്ത് യൂസ്ഡ് ആണ്. ഇവർ യൂസ്ഡ് അല്ല. ആ ഒരു ഇതാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം ഭയങ്കര മുന്നോട്ട് ഫോർവേഡായിട്ട് നിൽക്കുന്ന, എല്ലാത്തിലും ഭയങ്കര ടെക്നോളജിക്കലി ആയാലും കോൺഫിഡൻസിലും കഴിവിലായാലും മുന്നോട്ട് നിൽക്കുന്ന ഒരു ജനറേഷൻ ഒരു സൈഡിൽ, അപ്പോഴും പഴയ ഗിയർലെസ് സൈക്കിളിൽ ചവിട്ടി അവരായിട്ട് റേസ് വയ്ക്കുന്ന ഒരു ജനറേഷനെയാണ് ഇപ്പുറത്ത് കാണിക്കുന്നത്. അതാണ് ഫസ്റ്റ്. അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പം സംവിധായകനായി 2 സിനിമകൾ സംവിധാനം ചെയ്തു. പുറത്ത് ഒരുപാട് ആളുകൾ സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവൻ ഈ കൊച്ചി നഗരത്തിൽ തന്നെ താമസിക്കുന്ന, ഇപ്പം ബില്യൺസ് ഓഫ് വാഴ എന്ന് പറയുമ്പോൾ തന്നെ ബില്യൺസ് ഓഫ് ഡയറക്ടേഴ്സ് ഒരുപക്ഷെ കൊച്ചി നഗരത്തിൽ ഉണ്ടാവാം. അപ്പം അത്തരം ആളുകൾക്ക് അവരൊരു മേക്കർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രിപ്പറേഷനെ കുറിച്ച് ഒരു സക്സസ്ഫുൾ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എഴുതുന്ന ഒരു സബ്ജക്റ്റ് 4 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആദ്യം ചിന്തിക്കണം. കാരണം ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാലും അത് പ്രൊജക്റ്റായിട്ട് വരാൻ 1 വർഷമോ 2 വർഷമോ എടുക്കും. ഇപ്പം ഗൗതമൻ വളരെ പെട്ടെന്നോണായ ഒരു സബ്ജക്റ്റാണ്. വാഴ വിപിൻ ചേട്ടൻ അന്ന് എഴുതി വച്ചിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും എനിക്കിത് പെട്ടെന്ന് ഓണായിട്ടുള്ള സബ്ജക്റ്റാണ് ഇപ്പം. അപ്പോൾ അതേപോലെ ആയിരിക്കും ഒരു ബിഗിനർ എന്നുള്ള രീതിക്ക് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എഴുതുന്ന ഒരു സബ്ജക്റ്റ് ഒരു 2-3 കൊല്ലത്തേക്ക് അത് ഗ്യാരണ്ടീഡ് ആയിരിക്കണം, എല്ലാവർക്കും റിലേറ്റബിൾ ആവുന്നുള്ളൂ. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. പിന്നെ ആ പ്രോസസ്സ് ചിലപ്പം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആവണമെന്നില്ല.
നമ്മളെ വിശ്വസിക്കുന്ന ഒരു പ്രൊഡ്യൂസറും അല്ലെങ്കിൽ അത് റിലേറ്റബിൾ ആവുന്ന പ്രൊഡ്യൂസറും ഒരു ആർട്ടിസ്റ്റും ചുറ്റുപാടും നിൽക്കുന്നവരും വരുമ്പോഴാണ് അത് പ്രൊജക്റ്റ് ആവുള്ളൂ. അതുവരെ അതിൽ വിശ്വസിച്ച് നിൽക്കുക, നമ്മളിൽ തന്നെ വിശ്വസിച്ച് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എനിക്ക് വാഴയിലെ 2 സീക്വൻസിനെ കുറിച്ചും 2 സീനിനെ കുറിച്ചും കൂടി ചോദിക്കണമെന്നുണ്ട്. ഒന്ന്, 2 അച്ഛന്മാരുടെ സീനാണ്. ഒന്ന്, ഇവൻ വീട്ടിലേക്ക് കയറരുതെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അയാൾ തിരിച്ചു വരുന്ന ആ ഒരു സീനിൻ്റെ കൊറിയോഗ്രാഫി. അയാൾ ഇമോഷണൽ ആവുന്നുണ്ട്, അച്ഛൻ ഇമോഷണൽ ആവുന്നുണ്ട്, ഇവൻ പലതരം ഇമോഷനിലൂടെ പോകുന്നുണ്ട്. ആ ഒരു സീൻ എനിക്ക് തോന്നുന്നു സിംഗിൾ ഷോട്ടായിട്ടാണ് അതെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൊറിയോഗ്രാഫി ആദ്യം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തതാണോ എന്നുള്ളത് അതൊരു സീൻ. രണ്ടാമത്തെ സീൻ ഇതേപോലെ തന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്നുള്ള അസീസ് ആ ഒരു പ്രകടനം, അതും ഈ കൊറിയോഗ്രാഫി ചെയ്തിരുന്നു, അതല്ലെങ്കിൽ ഇതാണ് സീനിൻ്റെ ഒരു ആകത്തുക എന്നുള്ളതാണോ പറഞ്ഞിട്ട്? 2 സീനിൻ്റെയും കൊറിയോഗ്രാഫി എന്ന് നമുക്ക് പറയാൻ ഓൺ ദ സ്പോട്ട് കൊറിയോഗ്രാഫി തന്നെയായിരുന്നു. കാരണം ആ സീൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയലോഗ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ കയറി വരുന്നു, ഡയലോഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി തട്ടിയിടുക ആ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അത് വിപിൻ ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മളവിടെ കൊറിയോഗ്രാഫി ചെയ്യുക തന്നെയായിരുന്നു. അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ബാക്കിയൊക്കെ പെർഫോം ചെയ്ത് അവരുടെ ആ ഒരു മനോധർമ്മം പോലെ. ഈ സിംഗിൾ ടേക്ക് സീനിലെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ, അമിതേട്ടനായിട്ട് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് കല്യാണ കച്ചേരിയിലും അതേപോലെയുള്ള ചെറിയ ചെറിയ വർക്കിലും മാത്രമാണ്. അപ്പോൾ അമിതേട്ടൻ്റെ സൈഡ്, ഹ്യൂമർ സൈഡ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇമോഷണൽ സൈഡിലേക്ക് വന്നപ്പോൾ വിപിൻ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആദ്യം നമ്മളൊരു മാസ്റ്റർ എടുക്കാനായിട്ടുള്ള പ്ലാനായിരുന്നു, അത് കഴിഞ്ഞിട്ട് ക്ലോസസ് പരിപാടി പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ മാസ്റ്റർ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒറ്റ ഷോട്ട് മതി. എനിക്കും അത് ഫീൽ ചെയ്തു. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും മുമ്പ് വിപിൻ ചേട്ടൻ പറഞ്ഞു, നമുക്ക് ഇത് ഒറ്റ ഷോട്ടിൽ അങ്ങ് തീർത്താൽ അടിപൊളി പരിപാടി, ആ ഒരു ബ്യൂട്ടി ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഈ ക്യാരക്ടർ ആ പുറത്തേക്ക് ഓടി വരുന്നത് നമ്മുടെ മോണിറ്ററിൻ്റെ അടുത്തേക്കാണ്. ഇവർ അമിതേട്ടനെ ഓടി വന്ന് ഈ മോണിറ്ററിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് അമിതേട്ടൻ ആ ക്യാരക്ടറിൽ തന്നെ നിൽക്കുക. അമിതേട്ടൻ അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. സ്മിനു ചേച്ചി ആ ക്യാരക്ടറിൽ നിൽക്കുകയാണ്, നസീർക്ക് പതുക്കെ ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഈ ഒരു സീൻ ഷൂട്ട് ചെയ്തു. ഇത് ഭയങ്കരമായിട്ട് അപ്പോഴാണ് ഞാൻ അമിതേട്ടൻ്റെ ആ ഒരു ഫേസ് ഞാൻ കാണുന്നത് ഭയങ്കരമായിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് കോളേജിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കയറി ഏറ്റവും ബ്രിമ്മിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിപിൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ വിപിൻ ചേട്ടൻ വേണ്ട, അവിടെ വേണ്ട, ബാക്കിൽ നിർത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഇതല്ലേ കുറച്ചുകൂടെ ഒരു മൂഡ് കിട്ടണ ഇവിടെയല്ല, ആൾക്കാർക്ക് ഇപ്പം ചാടും എന്നുള്ള മൂഡ് കിട്ടണ. അതാണ് പറഞ്ഞത്. അവനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവനടുത്ത് ചാടും. അപ്പോൾ ഒരിക്കലും അവിടെ കയറ്റി നിർത്തരുത്, ഞാൻ പറയണ കേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമിതേട്ടനെ നമ്മൾ പുറത്തൊരു പ്ലാറ്റ്ഫോം ഇട്ടിട്ടാണ് നിർത്തിയത്. കാരണം അങ്ങനെ ഇൻവോൾവ് ആകുന്ന ഒരാളാണ് അമിത് മോഹൻ രാജേശ്വരി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്. അപ്പോൾ എനിക്ക് ഈ സീൻ നിങ്ങളിപ്പോൾ ചോദിച്ചപ്പോൾ എനിക്കിത് എവിടെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ കൊറിയോഗ്രാഫി ചെയ്തത് അങ്ങനെയാണ്. പിന്നീടൊക്കെ അവർ അതിനകത്തേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും. ഇപ്പം നസീർക്ക് ഭയങ്കര ഇൻവോൾവ് ആണ്. നസീർക്കയുടെ ക്യാരക്ടർ അത്രയും ഇതായിട്ട് നിൽക്കുമ്പോൾ ചില ഷോട്ടിലൊക്കെ ബ്രേക്കിലിരിക്കുമ്പം നസീർക്ക് മാറിയിരിക്കുന്ന അത്രയും ദേഷ്യപ്പെട്ട് തന്നെയാണ്. അതുപോലെ ആ ക്യാരക്ടറിലാണ് ഇരിക്കുന്നത്. അവർ ക്യാരക്ടറിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കട്ട് പറഞ്ഞതിന് ശേഷം കുറച്ച് നേരവും കൂടെ അവർ ആ ക്യാരക്ടറിൽ ഉണ്ടായിരിക്കും. ഇയാൾ ചാടിയതിന് ശേഷം അതും ഹോസ്പിറ്റൽ സീൻസിന്റെ ഡയലോഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡയലോഗ്സ് ബേസിക് ഡയലോഗ്സ് ആയിരുന്നു. അതിനുശേഷം അസീസിക്കയുടെ അടുത്ത് വിപിൻ ചേട്ടൻ പറഞ്ഞു, അസീസിക്കയുടെ അടുത്ത് ഒന്ന് മുണ്ട് പരിപാടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം ആണ് അസീസിക്ക അത് വളരെ തന്മയത്വത്തോടു കൂടി അവിടെ തന്നെ അത് ബേസിക്കലി ഒരു എല്ലാവരുമായിട്ടുള്ളൊരു റിഹേഴ്സൽ ടൈമിൽ തന്നെ അത് ചെയ്യുമായിരുന്നു. അത് മുണ്ടൂരി പോകുന്നതും തിരിച്ചെടുത്ത് ഇതാക്കി അടിക്കുന്നതും ഒക്കെ ആയിട്ട് ആ ഒരു സീനിൻ്റെ സ്ക്രിപ്റ്റ് ഇത്രയുണ്ടായിരുന്നുള്ളൂ. ഡയലോഗ്സ് നസീറിക്കയുടെ ഡയലോഗ്സ്, നോബിച്ചേൻ്റെ ഡയലോഗ്സ് ഇല്ല, അസീസിക്കയ്ക്ക് ഡയലോഗ്സ് ഈ ഒരൊറ്റ ചീത്തവിളി മാത്രമേ ഉള്ളൂ. ആ 2 ഡയലോഗ്. അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളത് അവർ കയ്യിൽ നിന്ന് ഇട്ട് പൊക്കൊണ്ടിരിക്കുന്ന പരിപാടികളായിരുന്നു. ഓക്കെ, എന്താണ് വാഴയ്ക്ക് ശേഷമുള്ള പദ്ധതികൾ, ആനന്ദിൻ്റെ പദ്ധതികൾ? ഇപ്പോൾ 2 സ്ക്രിപ്റ്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ കമ്മിറ്റ് ചെയ്ത് വെച്ചിരുന്ന 2 സബ്ജക്റ്റുകളാണ്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് പൊലിപ്പിച്ചെടുത്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒന്നൊരു യൂത്ത് ഓറിയൻറ്റഡ് പരിപാടി തന്നെയാണ്, ഒന്ന് മഞ്ജു വാര്യർ പ്രോജക്റ്റാണ്. രണ്ടാണ്. ഇപ്പം പടം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ID കാർഡിൻ്റെ ഒരു മിസ്റ്റേക്കിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ അതെന്താ സംഭവിച്ചത്? എത്ര എണ്ണം ഉണ്ട്, ഇനിയും ഉണ്ട് അതിനകത്ത് ഒരുപാട്. നമ്മൾ ഒരുപക്ഷെ OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ OTT വരുമ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ. അത് ഈ ID കാർഡിൻ്റെ കാര്യം നമ്മൾ KSCയിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് കാലിത്തീറ്റയുടെ ഇരിങ്ങാലക്കുട, അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ID കാർഡ് വേണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഫേമിന് ID കാർഡ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചു.
പക്ഷേ നമ്മളത് ഇത്രയും എവിഡൻ്റ് ആയിട്ട് കാണുന്നുള്ള രീതിക്കൊന്നും നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. അത് എൻ്റെ ഭാഗത്തു നിന്നും വന്ന മിസ്റ്റേക്കാണ്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്. അതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കത് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം വന്നല്ലോ, എന്തായിരുന്നു ആ സമയത്ത് ഒരു ക്രൂവിൻ്റെ ഒക്കെ റെസ്പോൺസ് എന്തായിരുന്നു? പാളി, അല്ലാതെ പറയാം. ഇപ്പം ആർട്ട് നോക്കിയിരുന്ന ഞങ്ങളൊക്കെ ഒരുമിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സവിൻചേട്ടനാണ് അസോസിയേറ്റ്. സവിൻചേട്ടൻ ഇത് എന്താണ് പാളി അണ്ണ എന്ന് പറയുക, അത്രയുള്ള പരിപാടി. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതുണ്ട്. നമ്മൾക്ക് മാത്രം അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. എത്രയെണ്ണം ബ്രില്യൻസ് ആയിട്ട്, ചിലതൊക്കെ ബ്രില്യൻസ് ആയിട്ട് വരുമെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ അല്ലാതെ തന്നെ ഉണ്ട് നമുക്ക് മാത്രം അറിയാവുന്ന. പോസ് ചെയ്യുന്ന സവിൻചേട്ടൻ ഇത് പെട്ടെന്ന് പിടിക്കും. ഇത് നമ്മൾ എഡിറ്റിംഗ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ, നമ്മൾ ആ മൂഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സവിൻചേട്ടൻ അറിയാം. കാരണം ഇവർ ബാക്കിൽ വർക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഇവർക്കറിയാം അവിടെ ഇന്ന ആൾ അന്ന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന പോലെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നറിയാം. അങ്ങനെ നമ്മൾ അത് ശ്രദ്ധിച്ചും കണ്ട് ഒരുപാട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ പരിപാടികളുടെ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ മാറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അവസാനമായിട്ടൊരു ചോദ്യം കൂടി. വാഴ 2 വരുന്നുണ്ട്, സംവിധാനം ആനന്ദ് അല്ല എന്നറിയാം. എങ്കിൽ കൂടിയും വാഴ 2 ആഷിൻ്റെ കൂടെ ഈ പറയുന്ന ഇവരുടെ കഥയുടെ ഒരു എക്സ്റ്റൻഡോ ബാക്കി എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് വേറെ ആയിട്ട് നിൽക്കുന്ന കഥയാണ്? എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. കാരണം ഹാഷറിൻ്റെ ടീമിൻ്റെയും കഥയാണെന്നുള്ളത് അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സംസാരത്തിലല്ല, ഒരു പോസ്റ്റായിട്ടാണ് കണ്ടത് ക്രോസ് ഓവേഴ്സ് ഉണ്ടാവും എന്നുള്ളത്. അതിതൊരു വിപിൻ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് അറിയില്ല. വിപിൻ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല, ദുബായിലാണ്. അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാനും സവിൻചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെയുള്ള തീരുമാനത്തിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ചിലപ്പം ഉണ്ടാവുമായിരിക്കാം, കാരണം അതുമാത്രമേ എനിക്കിപ്പോൾ അറിയുള്ളൂ. ഓക്കെ, വാഴ പോലെ, ഗൗതമിൻ്റെ രഥം പോലെ ഒരുപാട് നല്ല സിനിമകൾ ആനന്ദിൽ നിന്നുണ്ടാവട്ടെ. ആനന്ദ് അഭിനയിക്കുന്ന സിനിമകൾ ഒരുപാട് ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.